വിശ്വസിക്കാൻ താല്പര്യമില്ല. പെണ്ണിന് വട്ടാന്നാ കേട്ടത്. എന്നായിരിക്കും അവർ പണ്ടേ ഉണ്ടായിരിക്കും, ഒന്ന് അന്വേഷിച്ച് നോക്ക്, പണ്ട് മുതലേ ഉണ്ട്, വീട്ടുകാർ മറച്ചു വെച്ചിട്ടാ എന്നുള്ള പല കോൺവെർസേഷനും കുടുംബക്കാരും എല്ലാം കൂടി ചേർന്ന്. കാരണം വല്ലവരുടെ വീട്ടിലല്ലേ നടക്കുന്നത്, നമ്മുടെ വീട്ടിലല്ലല്ലോ. അപ്പോൾ അതിന് എങ്ങനെയാലും കുഞ്ഞിനെ ഇങ്ങനെ മേടിച്ചെടുക്കാന്ന് ഓർക്കുക. അവളെ വിടാന്ന് വെച്ചാൽ പോട്ടെ എന്ന് വെച്ചാൽ ഇതെല്ലാം കോൺവെർസേഷൻ, ഞാൻ കേൾക്കുന്ന കോൺവെർസേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. ഇതെല്ലാം മെഡിസിൻ ഇൻ്റർവ്യൂൻ ചെയ്യേണ്ട കേസസ് ആണ്, കമ്പൽസറി മെഡിസിൻ സൈക്കാട്രിക് കേസസ് ആണ് ഇതൊക്കെ. എന്നിട്ട് നമുക്ക് തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പിന്നെ കൗൺസിലിങ്ങിന് ഫാമിലീനെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്തിനാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഡോക്ടർ, ഇതെന്തായാലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ അല്ലേ, ഇനി ഞങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് അനുഭവിക്കണം, അവൾ പൊയ്ക്കോട്ടെ, അവളുടെ വീട്ടുകാരെടുത്തോട്ടെ, അല്ലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടണം. എന്താ അതേ സമയത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്തോ ആണെങ്കിലും ഇപ്പം നമ്മൾ പറയും ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ മാറുന്നതല്ല, ഇത് നമ്മൾ 1 വർഷം 1.5 വർഷമെങ്കിലും ഇത് എല്ലാവരുടെ കൊളാബറേറ്റ്ലി വർക്ക് ചെയ്യേണ്ട കേസസ് ആണെന്നൊക്കെ പറയുമ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ പറയുന്ന ഇതാണ്, എത്ര കാലം വേണേലും എടുത്തോ, എനിക്ക് എൻ്റെ ഭാര്യേനെ അതേപോലെ ഒന്ന് തിരിച്ച് കിട്ടിയാൽ മതി. പക്ഷേ അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ചിട്ടാൽ, ഇപ്പോഴത്തെ ജനറേഷനിലെ ആൺകുട്ടികൾ, അതായത് 90s മുതലുള്ള ആൺകുട്ടികൾക്ക് കുറേയും കൂടെ അവെയർനെസ് ഉണ്ട്. അവർ ഈ സിറ്റുവേഷനെ എല്ലാം ഹാൻഡിൽ ചെയ്യാനും അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഇവിടെയും ഈ ഇതായിട്ട് പ്രശ്നക്കാരായിട്ട് നിൽക്കുന്ന മദർ ഇൻ ലോമാണ്. സ്ത്രീകൾക്ക് എപ്പോഴും ശത്രുക്കൾ സ്ത്രീകൾ എന്ന് പറയുന്ന പോലെ തന്നെ അമ്മമാരാണ്. ഈ പിന്നെ ഞങ്ങളൊന്നും പ്രസവിക്കാത്താന്നോ, ഇപ്പോൾ ഫോണൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടില്ലാത്ത അമ്മമാരാണെങ്കിൽ പറയാൻ വേണ്ട, കടന്നു പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ് വെച്ചിട്ട് അവർ പറയും, ഞങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോൻ കാരണം എൻ്റെ മരുമോൾ സുഖിക്കുന്നു എന്നും സന്തോഷിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ് അവർക്ക്. അപ്പോൾ അതിനുവേണ്ടി പറയും, എൻ്റെ ചെക്കൻ നീ നിൻ്റെ കാര്യം നോക്ക്, വെറുതെ പൈസ കളയല്ലേ, അവൾക്ക് പ്രാന്ത്, അവളുടെ വീട്ടുകാരോട് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ ഞാൻ കേൾക്കുന്ന ഡയലോഗ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് കുളവാക്കും. കേസസിലെല്ലാം ഈ അമ്മമാർക്കൊരു മേജർ റോളുണ്ട്. ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കൂടുതൽ പ്രശ്നത്തിലോട്ട് പോയിട്ട് ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനെയോ അമ്മേനെയോ ഒക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ മോളെ കളിപ്പിച്ചിട്ടിരിക്കുക, അവൻ്റെ അപ്പം ചെറുക്കൻ കൊണ്ട് നടക്കുക, ഡോക്ടറെ എടുത്തുകൊണ്ട് നടക്കുക, അവൻ്റെ പൈസയും പോകുന്നു, അവന് മനസ്സമാധാനം ഈ കുട്ടി കൊടുക്കുന്നില്ല, ഇതൊക്കെ പണ്ടെങ്ങാനും ഉണ്ടായിരുന്നോ. അത് കേൾക്കുമ്പോൾ അവർക്ക് ട്രിഗേർഡ് ആവും. അവർ പറയും, ഞങ്ങൾ വിട്ടപ്പോൾ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കുട്ടിക്കെന്ന് പറയും. അങ്ങനെ അത് പിന്നെ അത് തിരിച്ചിങ്ങോട്ട് ചോദ്യമായി, അങ്ങോട്ട് ചോദ്യമായി, അപ്പോഴത്തേനും ഈ കുട്ടി അപ്പോഴത്തേനും ഫീൽ ആവും, നിങ്ങളിതിനെ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞ്. അങ്ങനെ ഇതൊരു ചെയിൻ ഓഫ് പ്രോബ്ലംസ് ആണ്.